കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളോടാണ്. അറിഞ്ഞിനാ നിങ്ങൾ? വല്ലതും അറിഞ്ഞിനാ? പൂക്കി സർക്കാർ നിങ്ങളെ നൈസായിട്ട് പറ്റിച്ചത് വല്ലതും അറിഞ്ഞിനാ? എന്താ കാര്യം എന്നല്ലേ? നിങ്ങൾക്ക് കഴിഞ്ഞ സർക്കാർ തന്നുകൊണ്ടിരുന്ന 1000 രൂപയുണ്ടല്ലോ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം, അത് ഇല്ലാതാക്കി. ഏതെങ്കിലും പ്രമുഖ വാർത്താ മാധ്യമങ്ങളിൽ ഭയങ്കര അന്തിച്ചർച്ചയായിട്ട് വല്ലതും വന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ലാന്നേ. ഇങ്ങനെയുള്ള ചെറിയ 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 ന്യൂസുകളിലൂടെയൊക്കെ അത് എത്തത്തേ ഉള്ളൂ. അല്ലെങ്കിൽ കിട്ടാതാവുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയത്തേ ഉള്ളൂ. കഴിഞ്ഞ മാർച്ച് മാസം വരെ 1000 രൂപ വെച്ച് കിട്ടിയിരുന്നല്ലോ എല്ലാവർക്കും. 18 ലക്ഷം പേരാണ് നിലവിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വരയിൽ ഇനി 31.34 ലക്ഷം പേർക്കാണ് പിണറായി സർക്കാർ തുടർഭരണമാണെങ്കിൽ കൊടുക്കാനിരുന്നിരുന്നത്. ഓക്കെ, അപ്പോൾ മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉള്ളവർക്കാണ് ഇത് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനായിട്ട് മാർച്ച് മാസം വരെ തന്നിട്ട് അടുത്ത ഏപ്രിൽ മാസത്തിലുള്ള 3600 കോടി രൂപ ബജറ്റിൽ നീക്കിയും വെച്ചിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് പിടിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തെ പൈസ തരാതെ അത് പിടിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് നിർത്തലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വർഷത്തിൽ 3600 കോടി രൂപയായിരുന്നു മാറ്റി വെച്ചിരുന്നത് 30 ലക്ഷം പേർക്ക്. അപ്പോൾ അത് നൈസായിട്ട് അമുക്കിയിട്ട് എന്താക്കി ഇപ്പോൾ 800 കോടി രൂപ വരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പ്രിയദർശിനി പദ്ധതി അങ്ങനെ നടപ്പിലാക്കി. 800 രൂപയുള്ളതിന് വാർഷികം തിരിച്ചുള്ള ചിലവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? എന്നും ജോലിയുള്ള സ്ത്രീകളായിരിക്കും. മിക്കവാറും സർക്കാർ ജോലിയൊക്കെ ഉള്ള സ്ത്രീകളായിരിക്കും. അത് സിറ്റി ബസ് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വലിപ്പിച്ച് കുറേ ബസ്സുകൾ അതങ്ങ് മാറ്റി, സീറ്റുകൾ പരിമിതപ്പെടുത്തി, ബസ്സുകൾ പരിമിതപ്പെടുത്തി, ഓർഡിനറി ബസ് എന്നാക്കി, ബസ് അത് തന്നെ പരിമിതപ്പെടുത്തി, എണ്ണത്തിൽ വളരെ കുറവാക്കി. അത് തന്നെയായാലും അതിൻ്റെ ഗുണഭോക്താക്കളാണെങ്കിലും ചിലപ്പോൾ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തായാലും മിനിമം ഒരു 40,000 രൂപ കൂടുതൽ സാലറി എന്തായാലും ഉണ്ടാവും, മിനിമം എങ്ങനെയൊക്കെ നോക്കിയാലും. അപ്പോൾ അങ്ങനെ 10,000 ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്കാണ് അതുകൊണ്ട് ഗുണമുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാരണ വീട്ടമ്മമാർ, പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്ത വീട്ടമ്മമാർ, കഴിഞ്ഞ ജൂൺ മാസം 11-ാം തീയതി അന്ന് സുപ്രീം കോടതി വിധി കൽപ്പിച്ചിരുന്നു. സ്ത്രീകളെന്ന് പറയുന്നത് രാഷ്ട്രശില്പികളാണെന്നും അവർ രാജ്യത്തിൻ്റെ വികസനത്തിന് ഭയങ്കരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഒക്കെ സുപ്രീം കോടതി വിധി വെച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ 2025 ഒക്ടോബർ മാസം പിണറായി സർക്കാർ നടപ്പിലാക്കിയതാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി പറയുന്നത്. കാരണം 1000 രൂപ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറ്റാരുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വകാര്യമായിട്ട് അവർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു സ്ത്രീയെ സമയത്ത് വരുമാനമില്ലാതെ വീട്ടിലിരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടു ജോലികൾ മാത്രം മുഴുകിയിരിക്കുന്ന, വിറങ്ങും പുറം ലോകമൊന്നും കാണാത്തുള്ള സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകൾക്ക്. അപ്പം അതാണ് നിർത്തലാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഇതിപ്പോൾ ആർക്കാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി മുഖേന ഈ പ്രിയദർശിനി പ്രോജക്റ്റ് മുഖേന ആർക്കാണ് ഇതിനകത്ത് ലാഭം? വല്ലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസിനോ എന്തെങ്കിലും ബന്ധുവീടുകൾ സന്ദർശനം എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ, അവരിപ്പോൾ ഈ ചെറിയ പൈസയ്ക്ക് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഓർഡിനറി ബസ്, സാധാരണ ബസ്സിൽ ഉള്ള ഫ്രീ ടിക്കറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അവരെന്തായാലും അതിന് മുതിരാനൊന്നും പോകുന്നില്ല. കിട്ടിയാലായി എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അന്വേഷണത്തിൽ വേർതിരിച്ചറിയുന്ന കാര്യങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥകൾ ഞാൻ ഈ വിളിച്ച് പറയുന്നത് കൊണ്ട് കമൻറ്റ് ബോക്സിൽ എൻ്റെ ജനിതകം തേടിപ്പോകുന്ന ആളുകളോട് അവരവരുടെ സംസ്കാരം കാണിക്കും എവിടെയും. ഇന്നലെ ഇട്ടൊരു വീഡിയോയ്ക്ക് ഭയങ്കരമായ മോശം കമൻസ് കണ്ടു. അത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവരോട് പറയാനുള്ളത്, നിങ്ങൾ കമൻ്റ് എഴുതുമ്പോൾ സംസ്കാരം ഉപയോഗിക്കുക, സംസ്കാരം കാണിക്കുക. കാരണം നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ സംസ്കാരശൂന്യത കാണിക്കുന്നവരോട് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ നല്ല മാതാപിതാക്കൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ആ സംസ്കാരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വീണ്ടും പറയുന്ന കുടുംബം തന്നെയാണ്. അവിടെ പാളിച്ച പറ്റിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാർക്ക് പണിയാവും എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഈ കമൻറ്റിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. ചിലത് ജാതി കമൻറ്റുകൾ കാണുമ്പം നമ്മളങ്ങ് പ്രതികരിച്ചു പോവുകയാണ്. അപ്പോൾ തള്ളയെന്നും അമ്മച്ചിയെന്നും ഒക്കെ വിളിക്കുന്നത് ആണ്. അതെന്തായിക്കോട്ടെ, അത്ര മോശം
പിന്നെ പദവിയാണോ ഈ തള്ളയും അമ്മച്ചിയും ഒക്കെ? ഈ തള്ളയും അമ്മച്ചിയും ഒക്കെ സ്ത്രീകളാകാനുള്ള മനസ്സ് കാണിച്ചത് കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവർ വന്ന് ഈ പൊതുകുളത്തിൽ ഇങ്ങനെ വിഷം ഛർദ്ദിക്കാനായാലും ജനിച്ചു ഭൂമിയിലേക്ക് വീണിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ സാധാരണ സ്ത്രീകളോടാണ് വീണ്ടും പറയാനുള്ളത്, നിങ്ങളാണ് ഊക്കപ്പെട്ടിരിക്കുന്നത്, പറ്റിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഇതുവരെ ഉള്ള ഊക്കുകളൊക്കെ തുറന്ന് 3-4 പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളും ഇന്നുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഊക്കിനായിട്ട്, അടുത്ത പറ്റീരനായിട്ട്, അടുത്ത വഞ്ചീരനായിട്ട്, അടുത്ത ചതിക്കായിട്ട്, ചതിയുടെ കഥയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ശരിയായ സേവനം എന്നുള്ളതൊന്നും ഡെവലപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല. എല്ലാം ഫുൾ സ്റ്റോപ്പിട്ട് അലങ്കോലപ്പെട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്, പ്രസൻറ്റ് കണ്ടീഷൻ. അപ്പോൾ നാളെ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഓക്കെ, എനിവേ കമൻറ്റ് തൊഴിലാളികളോട് ഗുഡ് നൈറ്റ്. ഓക്കെ.